ഈ ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾക്കെതിരെ നിരന്തരം ആക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഒരു സന്യാസിയായിരുന്നു. ആ സന്യാസിയെ അവസാനം ബംഗ്ലാദേശിലെ കാവൽ സർക്കാർ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം 1 മാസത്തിലധികമായി ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കേസ് വീണ്ടും പരിഗണിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അങ്ങനെ ഒരു ദുഃഖവാർത്തയായിരിക്കുമോ നമുക്ക് കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കാനുള്ളത്? ഉറപ്പായിട്ടും. അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ്. അതായത് ഒരു സാമാന്യ ബോധമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ലയോ എന്നുള്ളതല്ലല്ലോ. ആ രാജ്യത്ത് ഈ പ്രതിഷേധം നടത്തി സമാധാനപരമായ പ്രതിഷേധം നടത്തിയ ആളിനെതിരെ രാജ്യദ്രോഹ കുറ്റം വെച്ചിട്ട് ഏറ്റവും വലിയ വകുപ്പ് വെച്ചിട്ടും അയാളെ ജയിലിലടയ്ക്കുമ്പോൾ ആ ജാമ്യം കൊടുക്കണമെങ്കിൽ കോടതി അങ്ങ് മര്യാദയ്ക്ക് നിന്നാൽ പോലും കോടതി അനുവദിക്കുന്ന നിയമം നോക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ അയാളുടെ പേരുള്ള ചാർജ് അതല്ലേ. ഇനി അതെല്ലാം തെളിയിക്കണമെങ്കിൽ വിചാരണയിൽ കൂടിയല്ലേ നടക്കത്തുള്ളൂ. ആ ചാർജ് അനുസരിച്ച് ഒരിക്കലും ജാമ്യം കിട്ടത്തില്ല. മാത്രവുമല്ല, ഇതിനകത്ത് ഇനി ജാമ്യം കൊടുക്കുമോ അല്ലെങ്കിൽ കോടതി അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടുമോ എന്നൊക്കെ വിചാരിച്ച് അന്ന് തന്നെ ആദ്യമേ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലെങ്കിൽ ജാമ്യം എടുക്കാൻ വന്ന വക്കീലിനെ കൊല്ലുന്നൊരവസ്ഥ ഉണ്ടായില്ലേ. രണ്ടാമത് ജാമ്യം എടുക്കാൻ വേണ്ടി തയ്യാറായി നിന്ന വക്കീലിനെ വീട്ടിൽ നിന്ന് വെളിയിലിറക്കാതെ വികലാംഗൻ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ആയിരുന്നിട്ട് പോലും അയാളെ മർദ്ദിച്ച് അവശനാക്കിയില്ലേ. ഇപ്പം ജീവൻ പണയം വെച്ചാണ് ഒരു 88 വയസ്സ് കണ്ടുള്ള ഒരു ആളാണ് ഇപ്പോൾ ജാമ്യം എടുക്കാൻ വേണ്ടി ഇന്നലെ തയ്യാറായിരിക്കുന്നു. പുള്ളിയാണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നെഞ്ചുവേനോ ഒന്ന് ആശുപത്രിയില്ല. എന്തായാലും ഇന്ന് 11ഓളം വക്കീലന്മാരും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജാമ്യം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവിടെ നടക്കുന്ന ആക്ഷേപം എന്ന് പറഞ്ഞാൽ ലോകം ഉന്നയിക്കുന്ന ആക്ഷേപവും ഇസ്കോൺ സന്യാസിമാർ പറയുന്ന ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ അവിടെ ഇട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ഭക്ഷണം കൊടുക്കുന്നില്ല, വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നില്ല, ആരോഗ്യനില വളരെ മോശമാണ്. ഒരു ജയിലിലിട്ട് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പണ്ട് ബിസ്ക്കറ്റ് രാജാവ് ബ്രിട്ടാനിയ വ്യവസായിയെ ജയിലിട്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് കൊന്നതായിട്ടൊരു ആക്ഷേപം വന്നില്ലേ. ഒരു ജയിലിൽ കിടക്കുന്ന ഒരാളിനെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കാതിരിക്കുകയും വെള്ളം കൊടുക്കാതിരിക്കുകയും അസുഖം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ കണ്ടമാനം ക്രിമിനൽസ് കിടക്കില്ലേ. ക്രിമിനൽസിനെ പുള്ളിയുടെ സെല്ലോട്ട് കയറ്റിവിട്ട് നിരന്തരം മർദ്ദിപ്പിച്ചാൽ പോരെ, മരിച്ചു പോകത്തില്ല. അപ്പം ഏതായാലും ഇപ്പോഴത്തെ ഭരണകൂടമാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ യാതൊരു കാരണവശാലും അയാൾക്ക് നീതി ലഭിക്കും അല്ലെങ്കിൽ ആ സന്യാസിക്ക് നീതി ലഭിക്കുമെന്ന് നമ്മൾക്ക് കരുതാൻ പറ്റുകയില്ല. കാരണം അവരുടെ കസ്റ്റഡിയിൽ കിടക്കുന്ന മാത്രമല്ല ഈ ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ നാട്ടിനനുസരിച്ചുള്ള ഒരു ഭരണമൊന്നും അല്ലല്ലോ അവിടെ നടക്കുന്നത്. അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇരുന്നവർ ഭരണം അട്ടിമറിച്ചിട്ട് ഒരു കൂട്ടം തീവ്രവാദികൾ ഭരിക്കുന്നു. അതിന് പേരിന് രാജ്യത്തെ ധരിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നു, ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നു, പട്ടാളം ഉൾപ്പെടെ പോലീസ് സംവിധാനം ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇവർ പറയുന്ന ഭീകരവാദികൾ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്നു. അവരെ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ പോലീസും പട്ടാളവും പോകുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പോൾ ജഡ്ജിയാന്ന് പറഞ്ഞാൽ അദ്ദേഹം കുടുംബവും മനുഷ്യനും ഒക്കെ ആയിട്ട് ജീവിക്കുന്നില്ലേ. ജഡ്ജിയെ അടുത്ത് വിളിച്ചവന്മാർ പറയും, അല്ലെങ്കിൽ ജഡ്ജിയുടെ വീട്ടിൽ പോയി പറയും. ആ ജഡ്ജിയെ സംരക്ഷിക്കണമെങ്കിൽ അതിന് പോലീസും പട്ടാളവും അല്ലേ, പോലീസും പട്ടാളമല്ലേ ഇവരുടെ ഭാഗമല്ലേ. ജഡ്ജിയുടെ വീട്ടിൽ പോയി പറയും അവന് നാളെ കാലത്ത് ഏത് നേരത്ത് ജാമ്യം കൊടുത്താൽ ഇയാൾ ജീവനോടെ കാണത്തില്ല. നേരത്തെ അവിടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സുപ്രീം കോടതി ജഡ്ജിയുടെ വീട് വളഞ്ഞ അവന്മാർ വിഷയം ഉണ്ടാക്കിയത്, പ്രക്ഷോഭകാരികളും വിദ്യാർത്ഥികളും എല്ലാം കൂടെ. എന്ത് ചെയ്യാനൊക്കും ഇതൊക്കെ. ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജി റോഡിൽ കൂടി പോകുമ്പോൾ ഒരു പട്ടി കുറുക്കിയാടിയാൽ ഉടനെ വിളിച്ചു പറയും, പോലീസ് ഒരു സംരക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന ബംഗാളിൽ അതോടൊപ്പം തന്നെ ഈ ലോകരാജ്യങ്ങളെല്ലാം വലിയ സമ്മർദ്ദമാണ് ഈ സന്യാസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ ചെലുത്തുന്നത്. അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ ഹിന്ദുക്കൾക്കെതിരെ നിരന്തര ആക്രമണം നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നെല്ലാം ആവശ്യപ്പെടുമ്പോഴും ഇതെന്ന് കണ്ട ഒരു മൈൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ബംഗ്ലാദേശ് കാണിക്കുന്നില്ല. അത് ഇത്രയും വലിയ ധൈര്യം എവിടെ നിന്നാണ് ബംഗ്ലാദേശ്? എത്രയോ കാലം കൊണ്ട് ഭീകരവാദം അവസാനിപ്പിക്കണമെന്ന് പാകിസ്ഥാൻ അടുത്ത് പറയുന്നുണ്ട്, പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്ക അനങ്ങി തുടങ്ങിയപ്പോൾ അമേരിക്കക്കെതിരെ മിസൈൽ അല്ലെങ്കിൽ 15,000 കിലോമീറ്ററിൻ്റെ മിസൈൽ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ കാര്യങ്ങൾ തീരുമാനമായി ഉടനെ അവർ അത് ഉണ്ടാക്കുമെന്ന് കണ്ടപ്പോഴാണല്ലോ ഇസ്രായേലിന്
ഇസ്രയേൽ നേരത്തെ പറയുന്നുണ്ട് അവിടെ ന്യൂക്ലിയർ ബോംബുണ്ട്, നാളെ കാലത്തെ ഇസ്ലാമിക ഭീകരരാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാനെക്കാട്ടി ഡേഞ്ചറസ് ആയിട്ടുള്ള പാകിസ്ഥാനാണ്. അപ്പം അന്നൊന്നും അമേരിക്ക വിചാരിച്ചു ഇവനെ നിയന്ത്രിച്ച് ബാക്കിയുള്ളവനെല്ലാം അടിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് തൊടുത്ത് വിടുന്ന ഇവിടട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണല്ലോ അമേരിക്ക അടങ്ങാതെ. അപ്പം ഏതാണ്ട് ഉണ്ടായിട്ടാണ് ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല. ഇവരെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നശിക്കാൻ തീരുമാനിച്ച രാജ്യം അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനം അവരാര് പറഞ്ഞാലും കേൾക്കുന്നില്ല. അവർക്കെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹിസ്ബുള്ളയെ ചെയ്ത പോലും ഹമാസിനെ ചെയ്ത പോലും അല്ലെങ്കിൽ ഹൂതിയെ ചെയ്യുന്നത് പോലെ ഹൂതിയെ നിരന്തരം അടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വീണ്ടും അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? മിസൈലുകൾ ഇട്ടുകൊണ്ടിരിക്കില്ലേ. ഈ ശ്രീത ഇവരുടെ സങ്കല്പം ഇവിടെ ഈ നമ്മുടെ ലോകവുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലല്ലേ നമുക്ക് അവരെ ലോകക്രമം വെച്ച് നിയന്ത്രിക്കാൻ പറ്റൂ. അവര് ലോകത്തിൻ്റെ ക്രമം വെച്ചിട്ട് ജീവിക്കണമെങ്കിൽ ആ ലോകത്ത് ജീവിക്കുന്നവരെയല്ലേ പറ്റൂ, ആ മാനസികാവസ്ഥ ഉള്ളവരെയല്ലേ പറ്റൂ. ഇപ്പം ഇന്നലെ വൈകിട്ട് അമേരിക്കയിൽ ട്രക്ക് ഇടിച്ച് കയറ്റിയവൻ അറിയത്തില്ല, ട്രക്ക് ഇടിച്ച് കയറ്റിയാൽ അവനെ പിടിക്കപ്പെടും, അവനെ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. അതാണ് മോക്ഷം എന്ന് പറഞ്ഞാണ്ട് അത് ചെയ്യുന്നേ. ഇപ്പം ഇവിടെ ഈ പാകിസ്ഥാനിലും ഈ അല്ലെങ്കിൽ ബംഗ്ലാദേശിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭരിക്കുന്ന ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെ മാനസികാവസ്ഥയിലുള്ളവരാ. അവർക്ക് ഇവിടെ അല്ല, അവർ ഈ ചെയ്യുന്ന കർമ്മം കൊണ്ട് അവർക്ക് വേറൊരു ലോകത്ത് ഒരു വലിയ ജീവിതം കിട്ടും, വലിയ സുഭിക്ഷമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളിലും ജീവിതം കിട്ടും. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഇത് സൈക്കോകളെന്ന് പറയും, ഇതൊക്കെ ചെയ്യുമ്പോൾ മാനസിക ഉല്ലാസം കിട്ടുന്ന ആൾ. ഏതായാലും നോർമൽ സാധാരണ ആൾക്കാരുടെ ചിന്താഗതിയുള്ള ഒരാളല്ല. അപ്പോൾ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അവരത് ആ ചെയ്യുന്നതൊക്കെ വലിയ വലിപ്പത്തിൽ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മളീ പറഞ്ഞു വന്നത് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അറിയാം, അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ഇടപെടുന്ന ആൾക്കാർക്കൊക്കെ ആരാ ഇടപെടുന്നത്? ഇസ്കോൺ സന്യാസിമാരുടെ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇസ്കോൺ സന്യാസി പിടിച്ചകത്തിട്ട് ഈ ലോകത്തുടനീളമുള്ള ഇസ്കോൺ സന്യാസിമാർ എത്ര പ്രതിഷേധിച്ചു? നിങ്ങളെവിടെയെങ്കിലും പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധം വല്ലതും കണ്ടോ? പോട്ടെ, അവിടെ പ്രതിഷേധിക്കാൻ പറ്റും, ബാക്കിയുള്ളടത്തുള്ളത് പ്രതിഷേധിക്കാൻ വലിയ അനക്കമൊന്നും കണ്ടില്ലല്ലോ. എന്താ അവരുടെ പ്രതിഷേധം അവർ വലിയ ബലത്തിലുള്ള പല രാജ്യങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെന്താ അത്ര വലുതായിട്ട് പ്രതിഷേധിക്കാൻ? എൻ്റെ ഒരു അഭിപ്രായം പറയാം, ഞാൻ കണ്ടില്ല വലിയ പ്രതിഷേധം. അപ്പം പല രാജ്യങ്ങളിലും ഹിന്ദുക്കൾ പ്രതിഷേധിച്ചു, ഹിന്ദു സംഘടനകൾ പ്രതിഷേധിച്ചു, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ട്രംപിന് അവിടുത്തെ ഇസ്കോൺ സന്യാസിമാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ കെയറോപ്പിൽ ഒരു വലിയ മെമ്മോറാണ്ടം കഴിഞ്ഞു. അതിനുശേഷമാണ് ട്രംപ് ആ മെമ്മോറാണ്ടത്തിന് കെയറോപ്പിലാണ് ഈ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ആരോടാ ശ്രീത്തെ പറയുന്നേ? യൂനസിനോടാണ് പറയുന്നത്. യൂനസിനങ്ങ് അവിടെ ഒരു കാര്യമില്ല. എപ്പോഴാണ് യൂനസിൻ്റെ വായിൽ അവന്മാർ പന്തം കുത്തിക്കയറ്റി കത്തിക്കുന്നതെന്ന് അറിയത്തില്ല. യൂനസ് ഈ പറയുന്നത് പോലെ അമേരിക്ക പറഞ്ഞു താൽക്കാലിക പ്രസിഡൻ്റായിട്ട് അവിടെ ഇരുന്നോളം പറഞ്ഞ് പ്രസിഡന്റ് ആ കസേരയിൽ ഇരുത്തും ഫോട്ടോയൊക്കെ നമ്മൾ കണ്ട് ഇരിക്കുന്നതായിരിക്കും. അവിടെ കണ്ട് കസേര ഇട്ടിട്ടുണ്ട് പ്രസിഡന്റിനെയാന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഇരുന്നിട്ട് ഫോട്ടോയൊക്കെ ഇട്ട് വരുന്നതല്ല. അയാൾക്ക് ഇതിനകത്ത് വലിയ കാര്യമില്ല. അയാൾ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അയാൾക്കെതിരെ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഈ പ്രക്ഷോഭം ഇപ്പം പല രീതിയിൽ ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം യൂനസിന് വേണ്ടി അനുകൂലമായിട്ടുള്ള പ്രക്ഷോഭം, ഇപ്പോൾ യൂനസിനെ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭം അവിടെ താഴെ തട്ടിൽ നിന്ന് ഉരുത്തിരിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഉരുത്തിരിയുന്നു എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രക്ഷോഭം യൂനസിനെതിരെയും ഇപ്പോഴത്തെ നിലവിലെ സംവിധാനത്തിനെതിരെയും ഒരു പ്രക്ഷോഭം അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ആ പ്രക്ഷോഭം ഉരുത്തിരിക്കുന്നതിൻ്റെ പുറകിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നത് പോലെ ഈ പറഞ്ഞത് നമ്മുടെ ഇടപെടലിനകത്ത് അതിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. കാരണം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും നമ്മളുടെ ഇന്ത്യയുടെ താല്പര്യം ഏതായാലും അന്ന് തൊട്ടേ അവിടെ രഹസ്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കകത്തും ഈ ഇന്ത്യയുടെ താല്പര്യങ്ങളും ഇന്ത്യയുടെ ഇടപെടലുമൊക്കെ ഉണ്ടാകും. യൂനസിനെതിരെ പോലും അവിടെ ഒരു നീക്കം നടക്കുന്നതായിട്ടുണ്ട്. ഏതായാലും അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. ഏതായാലും ഈ സന്യാസിയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പോകേണ്ട കാര്യമൊന്നും ഇനിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ജാമ്യം കിട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇന്ന് ജാമ്യം കിട്ടാത്ത ഈ രീതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് തീവ്ര നിലപാടുള്ളവർ ജഡ്ജിമാരെ ഉൾപ്പെടെ അല്ലെങ്കിൽ സ്വാധീനിച്ച് അവരുടെ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. ജാമ്യം കിട്ടാത്തിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ജീവൻ ഭീഷണി തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഈ ജയിൽവാസം വേറെ ഏതെങ്കിലും രാജ്യവും അല്ലെങ്കിൽ അരക്കൻ ആർമി പോലുള്ള ആർമി കയറി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ബലമായിട്ട് മോചിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലല്ലാതെ നിയമപരമായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീതി കിട്ടി ആ സന്യാസി വെളി വരുമെന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാൻ്റെ സ്വാധീനം ഈ ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്നതായി പല വാർത്തകളുമുണ്ട്. കാരണം അവർക്ക് സൈനിക സഹായം നൽകുന്നു,
പരിശീലനം നൽകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അതോടൊപ്പം ചില സ്ഫോടന വസ്തുക്കൾ കറാച്ചിയിൽ എത്തിച്ചതായുള്ള വിവരങ്ങൾ വരുന്നു. അത് ഇന്ത്യക്ക് വലിയ ആപത്തല്ലേ ഇങ്ങനെ പാകിസ്ഥാൻ അവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തിപ്പെടുന്നത്? എൻ്റെ ശ്രീത്തെ, ഇന്ത്യക്ക് വലിയ ആപത്തില്ലെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് അതിനകത്ത് ത്രെട്ടുണ്ട്. ഇന്ത്യക്ക് ഇതിനകത്ത് വലിയ ആപത്ത് പാകിസ്ഥാനിനെക്കാട്ടി വലിയ ആപത്തൊന്നുമല്ല ബംഗ്ലാദേശ്. പാകിസ്ഥാനുള്ള സാധനമല്ലേ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസമായിട്ട് ലോക മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന നമ്മുടെ നമ്മളുമായിട്ട് കരാറുള്ള പോർട്ട് വഴി കണ്ടമാനം ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരു ഷിപ്പ് തന്നെ ഇങ്ങോട്ട് വരുന്നു. കാരണം ഇത്രയും കാലം കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഷിപ്പ് അഫ്ഗാനിസ്ഥാൻ പോർട്ടിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ബംഗ്ലാദേശ് പോർട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അവിടെ വരുന്നു. അവിടുന്ന് നേരത്തെ ഭീകരന്മാരെ ഇഷ്ടം പോലെ പാസ്പോർട്ടിൻ്റെ സംവിധാനം പോലും ഇല്ല കയറ്റി വിടുന്നു. ഇപ്പം ന്യൂക്ലിയർ വെപ്പൺ വരെ കൊടുത്തു വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഇത് 2004 ഇതുപോലെ ഹസീന ഇരുന്ന സമയത്ത് അവിടെ പിടിച്ച ഓർമ്മയുണ്ടോ? 2004 ഈ അന്ന് പിടിച്ചപ്പോൾ ഈ ഹസീനയുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോർഡറിലുള്ള ഈ പ്രക്ഷോഭകാരികൾക്ക് വേണ്ടിയൊക്കെ വിതരണം ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഇതുപോലെ കുറേ ആയുധം പിടിച്ചത്. അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പം ഇത് നമുക്ക് ഭീഷണിയാണ്. പക്ഷേ നമുക്കത് ഉറ്റുനോക്കിയിരിക്കാനും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അരയ്ക്കാൻ ദ്വീപ് പിടിച്ചപ്പോൾ നമ്മളവിടെ പടക്കപ്പലുമായിട്ട് സംവിധാനമായിട്ട് നമ്മളത് നോക്കിയിരിക്കുകയാണ്. ഭീഷണി തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും നടത്തുന്ന ഭീഷണി ലോകരാജ്യങ്ങളൊക്കെ ചർച്ചയാക്കുകയും ഉറ്റുനോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവരെ തൊടുത്ത് വിട്ടവർക്ക് പോലും പ്രശ്നമായിട്ട് വരും. കാരണം ഇത് അപകടകാരിയാണ്. ഇത് എങ്ങോട്ടും ഈ ഇരുതല വാളെന്ന് പറയും, എങ്ങോട്ടും വീശുന്നവരൊക്കെ മുറിയും. പാകിസ്ഥാൻ്റെ അവസ്ഥ പാകിസ്ഥാൻ തന്നെയല്ലേ? പാകിസ്ഥാൻ്റെ അവസ്ഥ എന്തുവാ? പാകിസ്ഥാൻ കേവലം ഒരു 2 കൊല്ലത്തിന് തീർന്നു പോകും. പാകിസ്ഥാൻ നേരത്തെ ഈ 2016 നമ്മൾ പറഞ്ഞത്, ഇനിയും ഇവിടുത്തെ വിഷയങ്ങൾക്കകത്ത് ഇടപെട്ട നമ്മുടെ ജയശങ്കർ പറഞ്ഞത് അന്ന് 4ആയിട്ട് വീതം വെച്ച് കളയുമെന്ന് പറഞ്ഞു. നമ്മുടെ ആഭ്യന്തര വിഷയത്തിനകത്തും അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിനകത്തും ഒക്കെ ഇടപെടുന്ന ഒരു അവസ്ഥ വന്നാൽ അന്ന് ഏത് വിഷയമാണെന്ന് ഞാൻ അങ്ങോട്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പാകിസ്ഥാനൊക്കെ നമ്മൾ അതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അത് നശിച്ചുപോയി. ഒന്നുമില്ല. ഇവർ യുദ്ധമൊക്കെ ചെയ്യുന്ന ആരുടെയിലൊക്കെ പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുക. അതിന് അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലും ഒന്നുമല്ല രാജ്യം. ആ രാജ്യത്തിനകത്ത് ബലൂചിസ്ഥാൻ തീവ്രവാദികൾ വളരെ വലുപ്പത്തിലുണ്ട്. അതുപോലെ മാത്രമല്ല ഇവർ മിത്രം പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും ചൈനയുടെ കയ്യിലാണ്. പല തന്ത്രപ്രധാന മേഖലകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം അവരുടെയാണ്. അവരുടെ ആൾക്കാർ അവിടെ ചെയ്യുന്നത്. അതിനകത്ത് അതിനുവേണ്ടി ആ വിഷയത്തിൽ അവിടെ പ്രക്ഷോഭം ഭയങ്കര ഭീകരം. അത് ബലൂചിസ്ഥാനും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളും ചൈനയുടെ സാന്നിധ്യം കൊണ്ട്. കാരണം അവിടെ രാജ്യം അതുപോലെ തന്നെ ഇപ്പം ഈ തഹ്രീക്കെ താലിബാൻ എന്ന് പറഞ്ഞൊരു താലിബാൻ്റെ ഒരു ഭീകര സംഘടന വളരെ ശക്തമാണ് പാകിസ്ഥാനിൽ. അകത്തും വെളിയിലും പൊട്ടുക. പാകിസ്ഥാനൊന്നും ഇല്ല. പിന്നെ അവരിപ്പോൾ ഏതാണ്ട് വലിയ നമ്മുടെ കുറേ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു ബംഗ്ലാദേശിലേണ്ട സാധിച്ചു ഒന്നുമില്ല. ആ രാജ്യം കൂടെ തീർന്നു. ഇതിപ്പോൾ നമുക്ക് ഇതിനെയും കൂടെ നേരത്തെ ഇതിനെ സഹായിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചു സഹായിച്ചത് ശത്രുക്കളെയാണ്. അതുകൊണ്ട് രണ്ടും കൂടെ നോക്കണം. അത്ര ഒരു റിസ്ക് ഉണ്ട്. അല്ല